കാട്ടാന പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് പുതുലൈൻ ഭാഗത്താണ് കാട്ടാനയുള്ളത്. ശനിയാഴ്ച മുതൽ ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പയെ RRT നിരീക്ഷിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, പടയപ്പ വീണ്ടും എത്തിയോ? ഇപ്പോൾ എവിടെയാണ്? സുജയ, ശനിയാഴ്ച മുതൽ ദേവികുളം ഭാഗത്താണ് പടയപ്പയുള്ളത്. ഇപ്പോൾ ഉള്ളത് മൂന്നാറിലെ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലാണ് ഉള്ളത്. അതിൽ തന്നെ പുതുലൈൻ ഭാഗത്ത് പടയപ്പ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പടയപ്പയും ഒരു പശുവും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. രണ്ടുപേരും അല്പനേരം കണ്ണും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ട്. പശു നോക്കുമ്പോൾ പശുവിന്റെ മുന്നിൽ ഒരു അതിഥി നിൽക്കുന്നു. പടയപ്പ നോക്കുമ്പോൾ പരിചയമില്ലാത്ത ആള് പടയപ്പയുടെ മുന്നിലും ഉണ്ട്. അങ്ങനെ കുറെ നേരം മുഖത്തോട് മുഖം നോക്കി നിന്ന ശേഷം ആ പശു അവിടുന്ന് എന്തായാലും സ്ഥലം വിട്ടിട്ടുണ്ട്. പക്ഷേ പടയപ്പ സ്ഥലം വിട്ടിട്ടില്ല. ഇപ്പോഴും ഇതേ പ്രദേശത്ത് തുടരുന്നു എന്നാണ് RRT സംഘം പറയുന്നത്. RRT സംഘം കൃത്യമായി പടയപ്പയെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശനിയാഴ്ച മുതൽ ചെറിയ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങൾ പടയപ്പ കാണിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു റേഷൻ കട തകർത്തിരുന്നു. ദേശീയപാതയിൽ ടോൾ പ്ലാസയ്ക്ക് സമീപം ഏറെ നേരം വാഹനങ്ങൾ തടയുകയും ചെയ്തിരുന്നു. അങ്ങനെ ചെറിയ രീതിയിലുള്ള അക്രമ കാര്യങ്ങൾ പടയപ്പയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി RRT സംഘം നിരീക്ഷിച്ചു വരികയുമാണ്. ഇപ്പോഴും ദേവികുളം ഭാഗത്ത് തന്നെയാണ് പടയപ്പ ഉള്ളത്. സുജയ, ഓക്കെ, മൂന്നാറിലാണ് ഇപ്പോൾ പടയപ്പയുള്ളത്. ആ ഭാഗത്തേക്കൊക്കെ പോകുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എന്തായാലും പടയപ്പ കൊമ്പൊക്കെ കൂർപ്പിച്ച് നിൽക്കുകയാണ്. RRT സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്.